നമസ്കാരം. അപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ വിജയ് ഹൃദയത്തോട് ചേർത്ത പോലെ അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു നായകനെ മലയാളിയുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. ഒരുപക്ഷെ പുഷ്പ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഓരോ പ്രേക്ഷകരും പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടവത്തായ രീതിയിലുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ലു അർജുന്റെ പുഷ്പ കണ്ടായിരുന്നു. പടം കൊള്ളൂല. ബോറാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ഒട്ടും കണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര ശോകമാണ്. ആദ്യ ഭാഗത്തേക്കാളും വളരെ മോശമാണ്. കട്ട വെയിറ്റിംഗ് വെറുതെ ആ ഒരു അഭിനേതാവിനെ എല്ലാത്തരം അഭിനേതാക്കളും വളരെ വ്യത്യസ്തമാക്കുന്ന എന്താണ് ഡാൻസ് ആണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ ആണോ? അയാൾക്കൊരു സ്വാഗ് ഉണ്ട്, പക്ഷെ ഇതിനകത്ത് സ്വാഗൊന്നും ഇല്ല. വെറുതെ ശോകമാണ്. കാണാൻ മാത്രമൊന്നും ഇല്ല ഇതിനകത്ത്. അഭിനയ മുഹൂർത്തമുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ അതിനകത്ത്. പിന്നെ ഫഹദ് ഫാസിലിനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുക. എന്നാലും ഫഹദ് ഫാസിലിനെ കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാലും പുള്ളിയുടെ അഭിനയമൊക്കെ കൊള്ളാം. പക്ഷെ എന്നാലും വേണ്ട രീതിയിൽ തോന്നല കൈകാര്യം ചെയ്തില്ലെന്നല്ല, ഒരു നമുക്ക് കോമാളിനെ പോലെയൊക്കെ തോന്നും ചില സമയത്ത്. ആക്ഷൻസ് ഒക്കെ ശരിക്കും കോമഡി രൂപത്തിലാണ് കാണുന്നത് അല്ലേ? അതെ. അത് കൊള്ളാം. എനിക്കിഷ്ടമായി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഒരു അഴിഞ്ഞാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഞാൻ പ്രതീക്ഷിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. പോരാണ്ട് വന്നു. ആ ഡീഗ്രേഡ് അടിക്കണ്ടല്ലോ ഇത്. പൈസ കൊടുത്ത് കാണാൻ പറ്റിയ അഭിപ്രായമല്ലേ. ഡീഗ്രേഡിങ് ഒന്നുമല്ലല്ലോ. ഞാൻ 150 ടിക്കറ്റ് എടുത്ത് കണ്ടവനാ. ഇത് യാതൊരു കാര്യമില്ല. 150 രൂപ പോയി. ഒന്നാമത് പെട്രോൾ ആവശ്യം കൂടെ പോകും. ചേർത്ത് പോകും. തമിഴ്നാടൻ വിജയ് പോലെ തന്നെ മലയാളികൾ ഏറ്റെടുത്ത് നല്ലൊരു നടൻ അല്ലു അർജുൻ. അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മലയാളികളുടെ ഒരു ചങ്കിലിട്ടൊരു ഷൗട്ടാണ് ഈ സിനിമ. ഷൗട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്കൊരു ഫാനൊന്നുമല്ല. ഫാൻസാർക്കൊരു ഷൗട്ടായിരിക്കും. എനിക്ക് അല്ലു അർജുൻ്റെ ഇഷ്ടമുള്ള പടം അല്ല വൈകുണ്ഠപുരം കൊള്ളാം. പിന്നെ പഴയ പടങ്ങളാണ്. ഇപ്പം അത് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആ കാലത്ത് ഇറങ്ങിയ പടങ്ങളായതുകൊണ്ട് ബണ്ണിയൊക്കെയാണ്. അല്ല വൈകുണ്ഠപുരം കൊള്ളാം, നല്ല പടമാണ്, എനിക്കിഷ്ടമാണ്. അതല്ലാണ്ട് പുഷ്പ ഫസ്റ്റ് എനിക്കിഷ്ടമായതാണ്. പക്ഷേ സെക്കൻഡ് പോരാ. പുഷ്പ തേടിനുള്ള ഒരു അവസരം അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? തേടിന് ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. ഞാൻ എന്തായാലും കാണില്ല ഫസ്റ്റ് ഡേ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ആരെങ്കിലും കണ്ടിട്ട് നല്ലതാന്ന് തോന്നാലേ പോയി കാണുള്ളൂ. ശരിക്കും റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആക്ഷൻസിൽ പ്രാധാന്യം കൊടുത്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ വിജയിക്കാണ്ടിരിക്കും. എന്താണ് അഭിപ്രായം? ഇല്ല, പുള്ളിക്ക് വേറെ തലത്തിലൊക്കെ അഭിനയിക്കാൻ കഴിവില്ലായിരുന്നു. സ്റ്റോറി പോരാന്നാണ് പറയുന്നത്. ആ റൈറ്റിംഗ് പോരാ. റൈറ്റിംഗ് വളരെ ശോകമാണ്. ഡയറക്ഷൻ പോരാ, റൈറ്റിങ്ങും. പക്ഷെ സുകുമാരൻ്റെ രംഗസ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് വളരെ മോശം. കോടികൾ മുടക്കിയ ഒരു മുതലായിട്ട് തോന്നിയില്ലല്ലേ? ഇല്ലില്ല. 600 കോടിയായിട്ട് ബഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത്ര ഒന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഡേ ഇപ്പോൾ 292 കോടി അടിച്ച് നിൽക്കുന്നുണ്ട്. റിട്ടേൺ കിട്ടുമായിരിക്കും. പക്ഷെ എന്നിട്ടും കാര്യമില്ല. ഹെലികോപ്റ്ററിന്റെ ഒരു സീൻ ഉണ്ടെന്ന് അല്ലേ? അതിൽ ഹെലികോപ്റ്ററിന്റെ ഒരു സീനില്ലേ, അത് ഇഷ്ടപ്പെട്ടായിരുന്നു? കോമഡിയാണോ? എല്ലാം കോമഡി ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് സീരിയലാണ് പടം. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആയിരുന്ന ഈ ഒരു ചിത്രത്തിന് എന്ത് പറ്റി? അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവിന് എന്ത് പറ്റി എന്നുള്ളത് ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായവുമായിട്ട് കമൻറ്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.